അപ്പോൾ ജനങ്ങളുടെ അഭ്യർത്ഥന പ്രമാണിച്ച് മാനിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും കാട ഒരു ലോഡ് കൂടി ഇങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ പഴയ നമ്മുടെ കാടകൾ ഇവിടെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. നല്ല അടിപൊളി തീറ്റ കൂടുതൽ ചാടി നിൽക്കുന്ന കാടകളാണ്. പുതിയ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മൾ മേടിച്ചിട്ട് വന്നതുണ്ടോ കാട കൃഷി. ഇതാണ് ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം. ഇവനിഞ്ഞ് വലിപ്പം വെച്ചിട്ട് വേണം മുട്ടയിടിച്ചിട്ട് വിറ്റ് വലിയ മുതലാളിയാവണേ നമുക്ക്. ഉണ്ടോ ഇതിലിപ്പോൾ ആണേതാ പെണ്ണാണേതാന്ന് അറിയില്ല, അതാ പ്രശ്നം. ഇതിനിപ്പോൾ ഒരു 2 ആഴ്ച തീറ്റ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആണും പെണ്ണൊക്കെ. അതിൻ്റെ ഉള്ളിൽ കിട്ടോ ടയറി കിട്ടോ ആണും പെണ്ണൊക്കെ ഏതാണെന്നുള്ളത്. അപ്പോൾ അതുവരെ കൊടുക്കുന്ന തീറ്റ മാത്രം വീഡിയോ എടുക്കണത് മനസ്സിലായതുകൊണ്ടേ കാര്യമായിട്ട് നോക്കണ്ടോ. ഇനി ഒരാഴ്ച കണ്ടെടുത്ത് കാണിച്ചു തരാം കേട്ടോ എത്ര വലുപ്പമായിട്ടുണ്ടാവുന്നുള്ളത്. ഇപ്പോഴത്തെയൊന്നും കാണണ്ട. തീറ്റ ഞാൻ അടിച്ച് കയറ്റല്ല പരിപാടി. തീറ്റ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. എപ്പോൾ തീറ്റ കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഇന്ന് രാവിലെ നമ്മൾ എടുത്തിട്ട് വന്ന് എപ്പോൾ തീറ്റ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മുതൽ കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ സെറ്റപ്പുകൾ. ഓക്കെ പെറുക്കിട്ടോ പറ ഇത് ട്രെയിന്ന് ചാടണ്ട സംഭവം. തിരിച്ചതിന് കയറാനും അറിയില്ല. അപ്പോൾ ഇടയ്ക്ക് നോക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ കേൾക്കില്ല കേട്ടാ. കോവിനെ പിടിച്ചിട്ട് കയറുന്ന കേട്ടിട്ടില്ല. തിന്നാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ഇങ്ങനെ നോക്കണത്. അതിൽ പറക്കി ഇട്ട സംഭവം ചൂട് കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ്. ചൂടിന് കയറി മറിയണം കേട്ടോ ചാടിയിട്ട്. ചൂടിന് വേണ്ടിയിട്ടുള്ള ബൾബ് ഇത്തിരി താത്തിയിട്ട് കൊടുക്കണം. മുട്ടിയാൽ പിന്നെ പ്രശ്നം കണ്ണടച്ചിട്ട് ആസ്വദിക്കണം. ചൂടെടുത്ത് ആസ്വദിച്ചു. നമ്മളേതാണെന്ന് അറിയില്ല. നിങ്ങൾ ഇടി ഉണ്ടാക്കണല്ലോ അല്ലേ? ചൂടിന് വേണ്ടിയിട്ട് ഇടി ഉണ്ടാക്കണം. തീറ്റ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ മാറുമായിരിക്കും. കണ്ണടച്ചിട്ടാണ് പോണതിൻ്റെ അടിയിൽ അല്ലേ? കാടക്കുഞ്ഞുങ്ങളുടെ രാത്രി കാഴ്ചയാണ് കേട്ടോ. ഉറക്കമൊന്നുമില്ല. ചാപ്പാട് ചെറിയ റെസ്റ്റ് എടുക്കൽ കണ്ട. നമ്മൾ സൗണ്ട് കേട്ടപ്പോൾ കൂടി വരുന്നുണ്ട കണ്ട. കൂട്ടം കൂടി വരുന്ന നമ്മുടെ പരിചയമുള്ളതുകൊണ്ടേ കളിക്കാൻ വരുന്ന സമയമില്ല കിടന്നുറങ്ങിക്കോ.